രാവണൻ വിട്ടു. എന്ത് ജാതി അതിശയം. മാന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ആ അവിടുന്ന് മയിലോ എന്തോന്ന് കരയുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ട്രിങ്കോമാലി പോർട്ടിൽ നിന്ന് പോകുന്നത് ശ്രീലങ്കയിലെ പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രമായ ശിവൻ്റെയും രാവണൻ്റെയും ഹനുമാൻ്റെയും ഒരുപാട് ഐതിഹ്യങ്ങളുള്ള കോണേശ്വരൻ എന്ന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാട്ടോ. ഇത് ശ്രീലങ്കയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെ വിശ്വാസികൾ വരുന്നതോടൊപ്പം ഒരുപാട് ടൂറിസ്റ്റുകളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരുന്നത് കാണുന്നുണ്ട്. സെക്കൻഡ് ബറ്റാലിയൻ ഗജാബ റെജിമെന്റ് ടെമ്പിൾ ಇದೆ. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ബ്രിട്ടീഷ് കോട്ടാണ്, പഴയ കോട്ടകളാണ്. 1675 ഫോർട്ട് റെഡ് എറിക്. അപ്പൊ ഡച്ച് ആൾക്കാരാണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, പൊട്ടിത്തൊഴിഞ്ഞു വീകാനായിരിക്കും. അന്നുണ്ടായ വള്ളി തൂങ്ങി മരമായി മാറി. ഗോകർണ രാജമഹാവിഹാരയ. അപ്പോൾ നമ്മുടെ ബുദ്ധന്റെ സ്ഥലമാണിത്. ഇത് ബറ്റാലിയൻ ഓഫ് ഗജബ റെജിമെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ അന്നത്തെ ഡച്ചുകാര കാലത്ത് കുഴിച്ചിട്ട മരമൊക്കെ ആയിരിക്കും വെച്ചിട്ട്. ആണെങ്കിൽ വർഷത്രയില് ഇവിടെ മാൻകുട്ടികളുണ്ട്. ഇംഗ്ലീഷുകാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വിസിറ്റിങ്ങിന് വരുന്നുണ്ട്. 1657 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്രയില് 300 ചില്ലാണ് വർഷങ്ങളൊക്കെ. കോണേശ്വരൻ ട്രിങ്കോമാലി നമ്മളതിന്റെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. നമ്മളിവിടെ തണലത്തൊന്ന് പാർക്ക് ചെയ്യാണ് വണ്ടീനെ. വേറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത് എന്തോ പൊളിഞ്ഞു മറിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. എന്തോ ശവക്കല്ലറൊന്നല്ല ഇരിക്കും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെങ്കിൽ ഞാനും ബാക്ക് വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. മക്കളെങ്കിൽ മേ ബി ദിസ് സൈഡ്. വള്ളി തൂങ്ങി മരമായി ഇരിക്കുന്നുണ്ട്. അപ്പം ആ കാലത്തുള്ള മരമായിരിക്കും. അപ്പം ഭുവനേശ്വര ട്രിങ്കോമാലിയിലെ വ്യൂ പോയിന്റ് വാങ്ങാൻ എല്ലാരോടും നോക്കി കൈ നോക്കാനല്ലേ, കൈയൊക്കെ നോക്കി. ഉഷാറ് ചേച്ചി, ഉഷാറ്. അപ്പൊ ഇവിടെ കൈ നോക്കി പറഞ്ഞു കൊടുക്കുന്ന പോലാണ് കാര്യമായിട്ടുള്ളത്. മുഖം നോക്കി പറഞ്ഞു കൊടുക്കുമോ? മുഖം നോക്കി പറയോ? പറയില്ല, കൈ നോക്കിയിട്ടേ പറയുള്ളൂ. അപ്പൊ കൈനോട്ടക്കാരെ ഏരിയയാണ്. ഇവിടെ നിന്നാണ് ഭാഗ്യം തീരുമാനിക്കുന്നത്. എന്നോട് അക്കലങ്ക പറഞ്ഞു, ബുദ്ധിയുള്ളവര് ബുദ്ധി പറഞ്ഞു തരുമെന്നൊക്കെ പറയുന്നത്. അവന് ഭയങ്കര ബുദ്ധി അക്കലങ്ക. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. നല്ല ബുദ്ധി ബുദ്ധി വട്ടങ്ങ ബുദ്ധി ബുദ്ധി. അപ്പം ബുദ്ധി ചില സമയത്ത് അടിപൊളി ബുദ്ധിയൊക്കെ പറഞ്ഞു. അപ്പൊ ഓൻ പറയുന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കക്കാർക്കുള്ളേറ്റ ബുദ്ധി ആർക്കും ഇല്ലാന്ന് പറയും. മാന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. കുരങ്ങന് എല്ലാം എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നു. കൈരേഖ നോക്കുന്ന ആളാണ്.
ഓട് ഫൈബർ കൊണ്ടുള്ള ഓട്. ഇവിടെയുള്ള ആൾക്കാരാണ് ഓരോരോ കച്ചവടക്കാർ. ശിവലിംഗത്തിൻ്റെ ഫോട്ടോ. ഇത് പിന്നെ നമ്മളെ സ്വാഭാവികമായിട്ടും എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെ. അപ്പം അവിടെ അത്യാവശ്യം നല്ലോണം ടൂറിസ്റ്റ് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ കാണുന്ന പീഡിയകൾ. നല്ലോണം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. കാരണം ടൂറിസ്റ്റുകൾ ഇപ്പം ചൂട് സമയത്ത് ഞാൻ വന്നത് വളരെ ഉച്ച സമയത്തായിപ്പോയി. ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടാണ് ഇവർ, എനിക്ക് തോന്നുന്നു, മറ്റേ കച്ചവടക്കാരൊക്കെ ഉള്ളത്. നമ്മൾ കുറേ മലയാളം പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. കാരണം തമിഴ് അറിയുന്ന ആൾക്കാരാണ്. പിന്നെ കുറേ ആൾക്കാരോട് നമ്മൾ തമിഴ് ആൾക്കാരോട് അല്ലെങ്കിൽ സിംഗിൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ അധികം മലയാളം പറയും. ഖത്തറിന്ന്, സൗദിയിലൊക്കെ ഗൾഫിൽ മലയാളികളെ കൂടെ ജോലി ചെയ്തിട്ട് മലയാളം പഠിച്ചിട്ടുണ്ടാവും. അത് ഭയങ്കര വിറ്റുണ്ട്. കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരോട് ചോദിക്കുന്നു, അപ്പോൾ അവർ സിംഗളയൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ സിംഗളക്കാരൊക്കെ പറയാൻ എന്താ അറിയോ, അവരവിടെ സിംഗള പഠിക്കാനാണ്, അവരെ മലയാളം നമ്മൾ പഠിക്കാനല്ലാണ്ട് സിംഗള പഠിക്കാൻ കഴിയില്ലാണ്. അപ്പോൾ നമ്മൾ മലയാളികളെ കൂടെ നിന്നിട്ട് അവർക്ക് മലയാള ഭാഷ പഠിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഗുണം. അതേസമയത്ത് നമ്മളെ മലയാളികളുടെ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് സിംഗള പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല ഇതുവരെ. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ ഗൾഫിൽ നിന്ന് മലയാളം പഠിച്ചു വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഷൂ ഇറക്കി കൊടുക്കാൻ താക്കലങ്ക ഷൂ അയച്ചു. എൻ്റെ ഷൂവും അയച്ചിട്ട് നമ്മളിവിടെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഷൂ അയച്ചിട്ടിട്ട് വേണം ഇവിടെ പോകണമെങ്കിൽ. ദിസ് ഹിന്ദു ടെമ്പിൾ, നോട്ട് ബുദ്ധിസ്റ്റ്. സി രാവണൻ വെട്ടു. അവിടുന്ന് മയിലോ എന്തോന്ന് കരയുന്നുണ്ടല്ലോ. എന്ത് ജാതി അതിശയം കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിന്റെ മുകളിലാണ് ഇതിന്റെ മുകളിലാണ് ഇവര് ടെമ്പിൾ ഉണ്ടാക്കും. ഞാൻ അതിലേ ഒന്ന് പോയിട്ട് വീഡിയോ കൂടി എടുത്തരാം. ഇത് എന്തോ ഒരു നൂല് കെട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ശിവന്റെ ഇതാണ് തോന്നുന്നു. ശിവന്റെ ടെമ്പിളാണ്. ഇവിടെ എന്തോന്ന് കെട്ടി തൂക്കുന്ന പരിപാടി ഉണ്ട്. ഇവർ എന്താന്ന് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകത ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ അകത്തൊക്കെ വീണാൽ പിന്നെ ആളെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവിടുന്ന് അത് മയിലിൻ്റെ കരച്ചിലാണല്ലോ അല്ലേ? മയിലല്ലേ? ഞാൻ പോയി നോക്കാം എന്തായാലും. വലിയൊരു വലുത് അടിയിലാരൊക്കെ വേറെയുണ്ട്. ഇവിടെ ഇതൊക്കെ കടലുമായിട്ടുള്ള കളികളാണ്. ആ പാറ രാവണന് പെട്ടെന്ന് എന്തോന്ന് ആവശ്യപ്പെട്ടിട്ട് കിട്ടായിട്ട് ദേഷ്യം പിടിച്ചിട്ട് വെട്ടിപ്പം പണിഞ്ഞതാണെന്നാണ് പറയുന്നത്. ആ പാറ ഫസ്റ്റ് കണ്ടു. വ്യൂ പോയിന്റ് മൊത്തം പ്രാർത്ഥിക്കാനുള്ള ഏരിയകളാണ്. തേങ്ങ ഓടിക്കുന്ന സ്ഥലം, വേറൊരു സ്ഥലം അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഓരോരോ വിശ്വാസങ്ങൾ. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുട്ടി ഉണ്ടാവാനുള്ള സംഭവമാണ്. കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് അതാണ് തൊട്ടില് ഇതുള്ളത്. ഇത് തേങ്ങൻ്റെ അവരത് കൊപ്പരാക്കി എണ്ണാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്.
ഈ വെള്ളം ഭയങ്കര ഡീപ്പാണ് ഇവിടുത്തെ വെള്ളം. താഴെ ഭയങ്കര ആഴാണെന്നാ പറയുന്നത്. നല്ല വെള്ളം. അതെ, അവിടുന്ന് വീണ്ടും കരച്ചിൽ കേൾക്കുന്നു. ഇവര് കൊപ്പര ഉണക്കി എണ്ണാക്കായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ട്രാക്ടർ, ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ളതായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ച് വരിവരിയായിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. തേങ്ങയൊക്കെ കത്തിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു വിശ്വാസി. ഇത് ആണ് ട്രിങ്കോമാലിയിലുള്ള വ്യൂ ആണിത്. ഇവിടെ നിന്ന് ഭുവനേശ്വറിൽ നിന്ന് ട്രിങ്കോമാലിൻ്റെ വ്യൂ ആണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ശരിക്കും ഒരു അടിപൊളി വ്യൂ പോയിന്റാണ്. പിന്നെ അതിലേക്ക് വിശ്വാസം കൂടി വരുമ്പോൾ ആർക്കും മാറ്റാൻ പറ്റാത്ത വ്യൂ പോയിന്റായി മാറും. എന്താ അവർ തേങ്ങ പൂജിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഇനി തേങ്ങ പൊട്ടിച്ചു. അങ്ങനെ അവരെ വിശ്വാസം വിജയിക്കട്ടെ. ഈ പാറകൾ കണ്ടു, ഇതിങ്ങനെ തന്നെ നിൽക്കുക. ഇത് നേരെ അപ്പുറം കടലാട്ടോ, കടലിലേക്ക് വികാതെ. അപ്പോൾ ഈ പാറ ആണല്ലോ ഈ ഇതിനെ, അമ്പലത്തിനെ, ഈ ദൈവങ്ങളൊക്കെ നിലനിർത്തുന്നത്. അവിടുന്ന് വെള്ളത്തിൽ നിന്നും പറഞ്ഞിട്ട് ഈ അമ്പലം കടലിൽ സ്ഥിതി ചെയ്യുന്ന രീതി മുമ്പ് വരച്ചു വെച്ചതാണിത്. കുറച്ച് പഴക്കണ്ട് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ കോട്ട പോലെ. ഓരോ ഭാഗങ്ങളിൽ മാനുകളുണ്ട്. ഒക്കെ ശരിയന്നെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടേക്ക് വേണ്ടി മാത്രം, ഇതിൻ്റെ വിശ്വാസത്തിൽ. അതാ, വിദേശികൾ പിന്നെ വിശ്വാസം കൊണ്ടായിക്കൊള്ളുന്നില്ല, അവർക്ക് അതിൻ്റെ ട്രഡീഷണലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും തമിഴ് വിശ്വാസികളായ വിദേശത്തുള്ള ആൾക്കാരാണ് മെയിൻ. കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, അതേപോലെ ഞാനിപ്പോൾ കണ്ട ആൾക്കാർ, അവരെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അത്തരം ആൾക്കാർ ഇവിടേക്ക്, ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേണ്ടി മാത്രം ശ്രീലങ്കയിൽ വന്ന്, അത് ആ കരയുന്നത് അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ മയിലുണ്ട്. പൂജ നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ആ മയിലിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഈ കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ശ്രീലങ്കയിൽ നിന്ന് പോയ, അതേപോലെ നമ്മളെ ഇന്ത്യയിലെയും തമിഴ് വിശ്വാസികൾക്ക് വിശ്വാസമുള്ള ഒരു അമ്പലമാണ്, ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വരാറുണ്ട്, ഇവിടേക്ക് വേണ്ടി മാത്രം വരാറുണ്ട് എന്നാണ് പറയുന്നത്. 3 ദിവസം 5 ദിവസം ഇവിടെ തന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ. കാല് പൊള്ളിയിട്ട് നിവർത്തില്ല. കണ്ടോ ആ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ചൂടും മണ്ണും. ഇപ്പോൾ അഖിലങ്ക കാല് പൊള്ളി, നല്ല പൊള്ളലുമുണ്ട്. അപ്പം നമ്മളിനി ഷൂ അയച്ചിട്ട സ്ഥലത്ത് നിന്ന് ഷൂ എടുക്കാനുള്ള പരിപാടിയാണ്. വാഹനം പോകരുത്, ഷൂസ് ഇടരുത്, ട്രൗസർ ഇട്ട് വരരുത്, പർദ്ദയും അറബിക് ഫുൾ ഡ്രസ്സും ഇട്ടിട്ടും വരരുത്. അതാണ് ഇവരെ റൂൾസ്. ഇത് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, ജ്യൂസ് കുടിക്കാനൊക്കെ ഉള്ളതാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ്. ബോട്ട് പോകുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? പ്രൈവറ്റായിട്ട് ബോട്ട് പോകുന്നതാണ്. കുറേ ബോട്ടുകൾ. അതാണ് ട്രിങ്കോമാലി ആ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ ആണ്. അപ്പം യൂറോപ്പിൻ്റെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ കോണേശ്വര വ്യൂ പോയിന്റിൽ നിന്നിട്ട് ടെമ്പിളിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡച്ചുകാരെ 1676 ഡച്ചുകാർ ഇവിടെ ഉണ്ടാക്കിയ ഗേറ്റാണ് ഇത് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് അവിടെ
ആ ടെമ്പിള് ഒക്കെ വന്നത്. You take that one which history have something. You want? No need. അപ്പൊ ഇത് പുറത്തേക്ക് ഇറങ്ങിയ വ്യൂ ആണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ കോട്ടന്റെ ഉള്ളിലാണ് കേട്ടോ ഇതുണ്ടായിരുന്നത്. അപ്പൊ ഇവര് ഡച്ചുകാര് ഈ കോട്ട കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഈ ടെമ്പിളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ടെമ്പിൾ അതിന്റെ എൻഡിലായതുകൊണ്ട് അത് അതിൽ ഉൾപ്പെടുത്തി ചെയ്തതായിരിക്കും. അതിന്റെ ഇപ്പുറത്തേക്ക് കോട്ട ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ ഇനി നമ്മള് പോകാൻ പോകുന്നത് വിച്ച് പ്ലേസ് വി ഗോയിങ് നെക്സ്റ്റ്? കുരുനായക. കുരുനായകയിലേക്കാണ് നമ്മൾ ഒരൊറ്റ വിടൽ വിടുകയാണ്. 1.5 മണിക്കൂറിന്റെ ഓട്ടം ഉണ്ട്. 127 കിലോമീറ്റർ. അപ്പൊ ഹൈവേ കൂടി ഒരൊറ്റ പോക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് കൊളംബോയിലേക്ക്. ഈ 3 ദിവസം 4 ദിവസത്തെ ഈ ട്രിപ്പ് നമ്മൾ കൊളംബോയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രിപ്പ് അവസാനിക്കും. പിന്നെ അടുത്തത് ഗലെ, അടുത്ത ട്രിപ്പ് വേറെ ശ്രീലങ്കന്റെ മറ്റൊരു ഭാഗത്ത് കൂടി. അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ശ്രീലങ്കന്റെ കടൽ തീരങ്ങൾ മൊത്തം, കടൽ തീരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഐലൻഡുകൾ, അങ്ങനെ നമ്മൾ മൊത്തം ശ്രീലങ്കന്റെ ചുറ്റി വരിക എന്ന് പറയില്ല നമ്മൾ, അതായത് കടലിന്റെ സൈഡിലൂടെ ചുറ്റി വരിക. ആ കാര്യങ്ങൾ തീർക്കും. അതിൻ്റെ ഇടയിൽ കാൻഡി, ഇതേപോലത്തെ സെൻട്രൽ നൂറലി എന്ന് പറഞ്ഞ നമ്മളെ ഊട്ടി പോലത്തെ സ്ഥലങ്ങൾ അതുകൂടി നമ്മൾ പരിശ്രമിക്കും.